അസ്സലാമു അലൈക്കും. ഉളൂവിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത ഇജാബത്താണ്. നാം ഉളൂവിന് ശേഷം 2 കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്യാറില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുതത്വഹിരീൻ വജ്അൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഈ ദുആ നാം 2 കൈയും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം ദുആ ചെയ്യാൻ. ആകാശത്തിൻ്റെ 8 കവാടങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു തരും. ഒരു തവണ ആയത്തുൽ കുർസിയും പാരായണം ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വല്ലാത്ത പ്രതിഫലം തരും. അതോടുകൂടെ തന്നെ അസ്മാഉൽ ഹുസ്നയിലെ അതിമഹത്തായ ഒരു നാമമുണ്ട്, യാ ഷക്കൂർ യാ അള്ളാഹ്. ഈ ഇസ്മ 5 തവണ പതിവാക്കിയാൽ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകും. കൂടാതെ അള്ളാഹുവിൻ്റെ നാമങ്ങളായ യാ മുസവ്വിറു, യാ നൂറു, യാ അള്ളാഹ് എന്ന 2 നാമങ്ങൾ നാം 7 തവണ ചൊല്ലിയിട്ട് കയ്യിലേക്ക് ഊതി മുഖം തടവിയാൽ 2 ലോകത്തും നമ്മുടെ മുഖം പ്രകാശിക്കും. പറ്റുമെങ്കിൽ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 3 തവണയും ഓതുക. ഈ സൂറത്ത് ഓതിയാൽ സിദ്ദീഖീങ്ങളുടെ കൂടെ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം തരും. ഉളൂവിൻ്റെ ശേഷമുള്ള ഏത് ദുആക്കും അള്ളാഹു പെട്ടെന്ന് ഉത്തരം പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.